ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ടാക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിന്ന് വേറെ ഇതിലൂടെയല്ല, രാത്രിയിൽ കാടിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ റബ്ബർ ഷീറ്റും കശും അണ്ടിയും എല്ലാം എടുത്ത് വരികയാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ കുന്നിറങ്ങി പോകുന്നതാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളിതാ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോകാം. സോറി, വണ്ടി ഓടിച്ച് പോകാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, ഞാനൊരു പാവമാണ്, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് ഇതിലൂടെ പോകാം. എൻ്റെ അമ്മോ, തൊട്ടപ്പുറത്ത് എന്നെ വലിയ കുന്നാടേ, മൗണ്ട് എവറസ്റ്റ് പോലെ ഉണ്ടല്ലോ ഗൈസ്. അയ്യോ, തൊട്ടുകാട് വലിയ കൊക്ക, അമ്മേ നടുകി ഒറ്റ ചെറിയ. ഇപ്പം തൊട്ട് സൈഡിൽ കുന്ന്, ഇപ്പുറത്ത് വലിയ കൂണ്ടുമായല്ലോ എന്ന് പറയുന്നത് കൊക്കയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മരമുള്ള അമേരിക്കയിലെ വഴിയിലൂടെ നമുക്ക് പോകാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ശരിക്കും ഒരു കുന്നിറങ്ങുകയാണ് ഗൈസ്. അത് പിന്നെയും പറയാം, നമ്മളൊരു മലയുടെ മണ്ടയ്ക്കൊന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡിലും കൊക്കയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാം ഭയങ്കര കുലുക്കമാണ് ഗൈസ്. കുറച്ച് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടുത്തെ റോഡ് പണി കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് പാടായിരിക്കും ഇതിലൂടെ പോകാനൊക്കെ. അതുകൊണ്ട് നല്ല കുലുക്കമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. നമുക്ക് ഇതിലൂടെ അങ്ങ് പോയേക്കാം. നമുക്ക് വേഗം മെയിൻ റോഡിലെത്തിയാൽ ആ വലിയ ടാസ്ക് അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ നെയ്ബർഹുഡിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വീടുകളുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ വീടുകളുടെ അടുത്ത് എത്താറുണ്ട്. ലൈറ്റ് ഉണ്ട്, ആ വീടുകളെത്തി. അതാണ് എൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ തരിക ഗൈസ്, ഇതുപോലത്തെ മോർ വീഡിയോസിനായി. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം മെയിൻ റോഡിലോട്ട് എത്താറുണ്ട് ഗൈസ്. അങ്ങനെ ഈ വലിയ ടാസ്ക് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മളങ്ങനെ മെയിൻ റോഡിൽ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞല്ലോ. ആ വലിയ ടാസ്ക് കഴിഞ്ഞല്ലോ. ഇനി കൊക്കയും ഒന്നും ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ കൊക്കയും മൗണ്ട് എവറസ്റ്റും ഒന്നും ഇല്ലല്ലോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് എന്നാലും മെയിൻ റോഡിലോട്ട് കയറാം. അയ്യോ ഗൈസ്, അങ്ങനെ ആ വലിയ മലയും വലിയ ടാസ്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നേറുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലൊന്നും ആരും ഇല്ലാന്ന് തോന്നുന്നു, രാത്രി ആയതുകൊണ്ടായിരിക്കും ഗൈസ്. അതാരും മൈൻഡ് ആക്കണ്ട ഗൈസ്, എൻ്റെ ചേട്ടന് ഭ്രാന്ത് പിടിച്ചതാണ് എന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ ചേട്ടന്മാരോടെല്ലാം ബഹുമാനം കാണിക്കണം എന്ന് ഞാൻ പറയുന്നു ഗൈസ്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് കൂടെ ഡ്രൈവ് ചെയ്താണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ ഗൈസ്. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 19 മിനിറ്റ് കൊണ്ട് 9 മിനിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോകണം. ഓക്കെ, ഒരു വളവും തിരിവും ഒക്കെ വരും. ഓക്കെ, ഇന്ന് ചെറിയ വണ്ടികളുള്ളൂ ഗൈസ്. രാത്രി ആയതുകൊണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കും രാത്രി എന്ന് പറയുമ്പോൾ വണ്ടിയൊന്നും ഇല്ലയെന്ന് കൂടെ നിങ്ങൾ വിചാരിക്കും രാത്രി ഒരു 11 മണി 12 മണി ഒക്കെ ആയി കാണുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആയിട്ടില്ല ഗൈസ്. ഇപ്പോൾ ഒരു 7:30 8 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനും പേടിക്കുന്നില്ല, നിങ്ങളും പേടിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചുമ്മാ ഇതിൽ പറഞ്ഞു പോയതാണ് ഗൈസ്. സോറി, ക്ഷമിക്കണം. അപ്പം ഗൈസ് നമ്മൾ ഈ ഇരുട്ടിലുള്ള വഴിയിൽ കൂടെ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പം തൊട്ട് സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാം ഗൈസ്. അതൊക്കെ ഈ രാത്രി ബസ്സൊക്കെ വരുമ്പം അവിടെ നിർത്തി ഭക്ഷണം കഴിക്കുന്നതാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലൂടെ എല്ലാം യാത്ര ചെയ്യാം. നമുക്കിനി ഒരു 8 മിനിറ്റോ 7 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ യാത്ര ചെയ്യണം എൻ്റെ പൊന്ന് ഗൈസ്. അപ്പം പിന്നെ നമുക്ക് ഇതിലൂടെയൊക്കെ പോകണം ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ലോറി നിർത്തിയിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് സൈഡാണല്ലോ ലോറി നിർത്തിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഇതിലൂടെ പോകാം. നമ്മളന്നേരം ടൗണിലെത്താൻ ഇനി 4-3 മിനിറ്റ് കൂടെ ഉണ്ട് ഗൈസ്. നമുക്കങ്ങനെ ഈ വളവും തിരിയിലൂടെയൊക്കെ പോകും ഗൈസ്. ഇന്നെന്താണ് ഗൈസ് ഈ വണ്ടികളെല്ലാം കുറവായിരിക്കുന്നത്? ഇന്ന് ബന്ധമൊന്നുമല്ലല്ലോ ഗൈസ്. എന്നാലും എന്താണ് ഇങ്ങനെ വണ്ടികളെല്ലാം കുറഞ്ഞിരിക്കുന്നത്? എന്നാലും ഗൈസ് ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ടൗണിലെത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് അത്ര പേടിയൊന്നുമില്ല ഗൈസ്. കാരണം നമ്മൾ ടൗണിലെത്തി. ഇനി നമുക്ക് എന്ത് പറ്റിയാലും ചുറ്റും ആൾക്കാരെല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. നമ്മൾ വീണ്ടും ടൗണിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം
ഈ ടൗണിലൂടെ നമുക്ക് പോകാൻ ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി വിൽക്കാനൊരു ചെറിയ ബ്രേക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചുമ്മാ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെല്ലാം ചൂടായിട്ടുണ്ടാവും ഗൈസ്. അപ്പം എഞ്ചിനെല്ലാം ചൂടായിട്ടുണ്ടാവും, അത് നിങ്ങൾക്കറിയാലോ. വണ്ടി പൊട്ടിത്തെറിക്കൊന്നും ഇല്ല. പക്ഷേ ഇത് നമ്മുടെ 2007 മോഡൽ ലോഡ് ആൾട്ടോയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും. കുറച്ചധികം വർഷമായി, പക്ഷേ ഇതൊരു പഴയ വണ്ടിയാണ്. നമുക്കിത് വിൽക്കാമെന്ന് ഉദ്ദേശിച്ചില്ല ഗൈസ്. എൻ്റെ ചേട്ടന് ഇതൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് സെറ്റപ്പാക്കി എടുക്കാനാണ് ആഗ്രഹം. അതൊക്കെ ചെയ്ത് കിട്ടുമായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് നല്ല ഇവിടുന്ന് ഓടിച്ചെടുക്കണം ഗൈസ്. ഓടിച്ചെടുത്തിട്ട് നേരെ വീട്ടിലേക്ക്, വേറെ ഒരു സ്ഥലമില്ല ഗൈസ്. എൻ്റെ ചേട്ടൻ്റെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ്റെ കാര്യമാണ്. നമുക്ക് ഈ സൈഡിൽ ഒരു കാർ ഇരിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ ചേട്ടൻ്റെ ഒരു മോഡിഫിക്കേഷൻ്റെ ഭാഗം ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ പോകാം ഗൈസ്. അപ്പം ടൗണിനോട് നമ്മൾ ഇനി ഇവിടെ പറയാൻ ഒരു മിനിറ്റ് കൂടെ ഉള്ളു ഗൈസ്. അപ്പം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഇനി കുറച്ചും ദൂരം നടന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങ് അറിയാതെ അങ്ങ് പറഞ്ഞു വന്നതാണ് ഗൈസ്. അതുകൊണ്ട് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നതാണ്. അപ്പം നമുക്കിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം ഈ ചാനൽ നമ്മൾ ഫുള്ള് ഡ്രൈവിംഗ് വ്ളോഗ്സ് വീഡിയോ. അപ്പം ഗൈസ്, ഇതിൻ്റെ നമ്മുടെ ഒരു കാര്യമായിട്ട് വേറൊരു ചാനൽ, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1600 സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട്. ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലൈക്കൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരും ഗൈസ്. ഇതൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. നമുക്കിവിടെ കുറച്ച് നിർത്തിയിട്ട ബ്ലോക്ക് പോയിരിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ചായിട്ട് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കയറി പോകണം. എന്നിട്ടും ബ്ലോക്ക് മാറിയില്ലെങ്കിൽ എൻ്റെ പൊന്ന് ഗൈസ്. ഓ ഗൈസ്, അന്നേരം ഇവിടെ ഭയങ്കര ബ്ലോക്കാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഗൈസ്. റിപ്പോർട്ടല്ല, അങ്ങനെയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. റിപ്പോർട്ടൊന്നല്ല ഗൈസ്. എന്നുവെച്ചാൽ ഇതാണ് ബെസ്റ്റ് ബ്ലോക്ക്. 3-4 വണ്ടികൾ ഒരുമിച്ച് കൂടിയായിരുന്നു. എന്നതാണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ ഇത്രയും ബ്ലോക്ക് ഇരുട്ടി പോകുന്നു. എല്ലാ ഒരു സ്ഥലത്തും എടുക്കാൻ ഇനിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടി വെച്ചെന്ന്. എന്നതാടേ ഭയങ്കര കുലുക്കോട്ടോ ഗൈസ്. പഴയ വണ്ടിയാണോന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ വണ്ടിക്കും ഇങ്ങനത്തെ കുലുക്കം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട് ഗൈസ്. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. ഒരു ചെറിയ വളവും തിരിവും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ ടാസ്ക് ഉണ്ടായിരുന്നത് ആ വലിയ ഒരു അപകടവും കൂടാതെ കാണുക. ഒരു ദിവസം നമ്മളിങ്ങനെ വിൽക്കാൻ പോയായിരുന്നു ഗൈസ്. പക്ഷേ ഡ്രൈവറുടെ കഴിവുകളാണ് ഞങ്ങൾ അങ്ങനെ വിഷയം. ഞാൻ തള്ളുന്നൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോ ഏകദേശം വൈഡപ്പാക്കാൻ സമയമായി ഗൈസ്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എത്തും ഗൈസ്. എന്നാൽ നമുക്ക് വീണ്ടും ഒരു വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും